പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. വിദേശത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദാക്കലിനും തൊഴിൽ നഷ്ടത്തിനും ഇനി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വിദേശ ഇന്ത്യൻ പ്രവാസികളെ തുണയ്ക്കാനാണ് ഇൻഷുറൻസ് കമ്പനികളുടെ നീക്കം. ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ വിസ റദ്ദാക്കൽ, ജോലി നഷ്ടപ്പെടൽ, അപ്രതീക്ഷിത അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് കവറേജ് വാഗ്ദാനം ചെയ്യുന്ന യാത്രാ പോളിസികൾ അവതരിപ്പിച്ചു. അന്താരാഷ്ട്ര വിദ്യാഭ്യാസം വെല്ലുവിളികൾ നേരിടുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പരിരക്ഷയും മനസ്സമാധാനവും നൽകുക എന്നതാണ് ഈ പോളിസികളുടെ ലക്ഷ്യം. വിസ റദ്ദാക്കൽ, പഠനത്തിന് ശേഷമുള്ള തൊഴിലില്ലായ്മ തുടങ്ങിയ അപകട സാധ്യതകൾ ഉൾക്കൊള്ളുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ചെലവ് കുറഞ്ഞതും സമഗ്രവുമായ സുരക്ഷ ഉറപ്പാക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായുള്ള യാത്രാ ഇൻഷുറൻസ് പോളിസികൾ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. US, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനാൽ ശക്തമായ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആവശ്യകത വർദ്ധിച്ചുവരികയാണ്. പരമ്പരാഗത അന്താരാഷ്ട്ര ഇൻഷുറൻസ് പോളിസികൾ പലപ്പോഴും ചെലവേറിയതും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമല്ല. ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിലെ ടൂറിസം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കർശനമാക്കി ടൂറിസം മന്ത്രാലയം. നിയമലംഘകർക്ക് പരമാവധി 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. സൗദിയിലെ ടൂറിസം നിയമവും ലൈസൻസ് ചട്ടങ്ങളും ലംഘിക്കുന്ന സ്വകാര്യ ടൂറിസ്റ്റ് സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. കൂടാതെ സ്ഥാപനം അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ പിഴയും അടച്ചുപൂട്ടലും ഒരുമിച്ചോ നേരിടേണ്ടി വരും. രാജ്യത്തെ ടൂറിസം സ്ഥാപനങ്ങളെല്ലാം നിയമാനുസൃതം പ്രവർത്തിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലോകത്തെ ആദ്യ AI മെഡിക്കൽ ക്ലിനിക്ക് സൗദി അറേബ്യയിൽ തുറന്നു. ആരോഗ്യ സംരക്ഷണം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഷെങ്ഹായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ ടെക്നോളജി സ്ഥാപനമായ സിനി AI സൗദിയിൽ AI ക്ലിനിക്ക് തുറന്നു. സാങ്കേതിക വിദ്യയും മനുഷ്യവൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പാണ് ഈ നീക്കം. അൽമൂസ ഹെൽത്ത് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് AI ഡോക്ടർ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ ഹുവ എന്ന AI സംവിധാനമാണ് ക്ലിനിക്കിലുള്ളത്. രോഗികൾക്ക് ചികിത്സകൾ സ്വയം നിർണ്ണയിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു AI സംവിധാനമാണിത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിൽ ഉച്ചസമയത്തെ ജോലി വിലക്ക് ജൂൺ ആദ്യം മുതൽ. ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനാണ് വിലക്ക്. കുവൈറ്റിൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിലാണ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം അനുവദിക്കുന്നത്. ഓഗസ്റ്റ് അവസാനം വരെ ഉച്ചവിശ്രമം അനുവദിക്കും. നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാനും നിയമ നടപടി സ്വീകരിക്കാനും ജോലിസ്ഥലങ്ങളിൽ മിന്നൽ പരിശോധനകൾ നടത്തും. ഈ കാലയളവിലെ കഠിനമായ ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുകയാണ് ഉച്ചജോലി വിലക്കിന്റെ ലക്ഷ്യമെന്ന് മാൻ പവർ അതോറിറ്റി അറിയിച്ചു. വേനലിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, അല്ലാതെ ജോലി സമയം കുറയ്ക്കാനല്ല എന്നും അധികൃതർ സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിൽ വിവിധ നിയമലംഘകർക്കെതിരെ റെയ്ഡ്. ഒരാഴ്ചയ്ക്കിടെ 11,763 പ്രവാസികളെ നാടുകടത്തി. 14,987 നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. മെയ് 8-നും 14-നും ഇടയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സുരക്ഷാ സേന വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ റെയ്ഡിലാണ് അറസ്റ്റ്. പിടിയിലായവരിൽ 9,212 പേർ താമസ നിയമലംഘകരാണ്. 3,502 അതിർത്തി സുരക്ഷാ നിയമലംഘകരും 1,873 തൊഴിൽ നിയമലംഘകരും അറസ്റ്റിലായതിൽ ഉൾപ്പെടുന്നു. നിയമലംഘകർക്ക് ഗതാഗതം, താമസം, തൊഴിൽ എന്നിവ നൽകിയ 23 പേരെയും അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് സൗകര്യമൊരുക്കുകയോ അവരെ സ്വന്തം പ്രദേശത്ത് കൊണ്ടുപോകുകയോ അഭയം നൽകുകയോ മറ്റേതെങ്കിലും സഹായമോ സേവനമോ നൽകുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.